സോ നമ്മൾ ലൂപ്സിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ അതിനകത്ത് ഫോർ ലൂപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ അത് യൂസ് ചെയ്തിട്ടുള്ള ഒരു കോഡിംഗ് എക്സസൈസ് ആണ് നമ്മളിവിടെ ചെയ്തെടുക്കാൻ പോകുന്നത്. സോ നമുക്ക് വേണ്ടത് നമ്മളൊരു യൂസറിൻ്റെ ഇൻപുട്ടിൽ നിന്ന്, സോ നിങ്ങൾ മനസ്സിലാക്കുക, യൂസറിനോട് ചോദിക്കുന്നു. സോ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് യൂസറിനോട് ചോദിക്കുന്നു. സോ അവർ കൊടുക്കുന്ന കുറച്ച് നമ്പേഴ്സ് വാല്യൂസ് ഉണ്ടാവും. സോ അതിനകത്തുനിന്ന് ആവറേജ് ഹൈറ്റ് കണ്ടുപിടിക്കണം. സോ നമ്മളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ലിസ്റ്റിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന വാല്യൂസ് ഒരു ഹൈറ്റിൻ്റെ വാല്യൂസ് ആയിരിക്കും. സോ അതിനകത്തുനിന്ന് ഒരു ആവറേജ് ഹൈറ്റിനെ മോണിറ്റർ ചെയ്തെടുക്കണം. ഇപ്പോൾ എ എന്ന് പറയുന്ന, സോ ഇപ്പോൾ ഒരു ലിസ്റ്റ് ഉണ്ടാവും. ലിസ്റ്റിൻ്റെ ഉള്ളിൽ സീക്വൽ ടു ലിസ്റ്റിൻ്റെ ഉള്ളിൽ 151, 163, 173, 140, അങ്ങനെ 145, അങ്ങനെ ഡിഫറെൻറ്റ് ഹൈറ്റുകൾ തന്നിട്ടുണ്ടാവും. അത് യൂസറിൻ്റെ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് മനസ്സിലാക്കാം. ദെൻ ഇതിനകത്ത് ഈ ഒരു വാല്യൂസിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക. ദെൻ അതാണ് ആവറേജ് ഹൈറ്റ് എന്നുള്ള രീതിയിൽ പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിൾ മെത്തേഡ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് സം ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ വാല്യൂസ് നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ലെങ്ത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ലെങ്ത്ത് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. സോ ഇത് രണ്ടും ബേസിക്കലി വളരെ സിമ്പിളായിട്ട് ചെയ്യാം. പക്ഷേ ഈ രണ്ട് ഫംഗ്ഷൻസ് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യരുത്. ഇത് യൂസ് ചെയ്യാതെ നമുക്ക് ഈ ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യണം. അതായത് ഈ ലിസ്റ്റിനകത്തുള്ള നമ്പേഴ്സിൻ്റെ ആവറേജ് കണ്ടുപിടിച്ചിട്ട് അത് ആവറേജ് ഹൈറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്യണം. ഇത് അതിന് വേണ്ടിയിട്ട് സമ്മോ ലെങ്ത്തോ ഫംഗ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യരുത്. അതല്ലാതെ നമുക്ക് ഫോർ ലൂപ്പ് നമുക്ക് യൂസ് ചെയ്യാം. ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വാല്യൂസിനെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. റേഞ്ചിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത സെക്ഷനകത്ത് പറയുന്നുണ്ട്. ബേസിക്കലി പറയുവാണെങ്കിൽ റേഞ്ച് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അതിൻ്റെ ഉള്ളിൽ 3 വാല്യൂസാണ് വരുന്നത്. അതിനകത്ത് സ്റ്റാർട്ടിംഗ് ഓപ്ഷനിലാണ്, സെൻറ്റർ മസ്റ്റായിട്ട് വേണം, സെൻറ്ററിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ലാസ്റ്റുള്ള. അത് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. ദെൻ രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് എവിടെ വരെ ചെക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്, അത് റേഞ്ച് ചെക്ക് ചെയ്യുന്നത്. ദെൻ സ്റ്റെപ്പാണ് അടുത്ത് വരുന്നത്. സോ ഇത് ഓപ്ഷനിലാണ്, ഇതും ഓപ്ഷനിലാണ്, ഇത് മസ്റ്റായിട്ട് വേണം. സോ അത് ഡീഫാൾട്ടായിട്ട് 1 ആയിരിക്കും വരുന്നത്. സോ നമുക്കൊന്നെങ്കിൽ ഇപ്പോൾ 0, 1 എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ 0 മുതൽ 1 വരെയുള്ള വാല്യൂസ്, ഇപ്പോൾ 0യ്ക്ക് പകരം 0 മുതൽ ഇപ്പോൾ 10 വരെയുള്ള വാല്യൂസാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ 0 മുതൽ 10 വരെ. ഇപ്പോൾ 0 ഇൻക്ലൂഡഡ് ആണ്, പക്ഷേ 10 ഇൻക്ലൂഡഡ് അല്ല. 0 മുതൽ 0, 1, 2, 3, 4, 5, 6, 9 വരെയാണ് ചെക്ക് ചെയ്യുന്നത്. 10 ചെക്ക് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് ഇത് ഓപ്ഷനിലാന്ന് പറഞ്ഞുകൊണ്ട് റേഞ്ച് ഫംഗ്ഷനുള്ളിൽ നമുക്ക് വേണമെങ്കിൽ 10 എന്ന് കൊടുത്താലും മതി. അപ്പോൾ ഡീഫാൾട്ടായിട്ട് 0 ആയിരിക്കും സ്റ്റാർട്ടിങ് വരുന്നത്. അത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ 0 എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 0 മുതൽ 10 വരെ എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. ഓക്കെ, അത് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെക്ഷൻ ടോപ്പിക്കിനകത്ത് വരുന്നുണ്ട്. സോ നമുക്ക് ബേസിക്കലി കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് നോക്കാം. സോ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സം ഫംഗ്ഷൻസും സ്പ്ലിറ്റ് ഫംഗ്ഷൻസും ഡയറക്റ്റ്ലി യൂസ് ചെയ്യാതെ നമ്മൾ ഫോർ ലൂപ്പും സ്പ്ലിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ, റേഞ്ച് ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ആവറേജ് ഹൈറ്റ് കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അതല്ലെങ്കിൽ നിങ്ങളിവിടെ ഇതിനകത്തേക്ക് നോക്കുക. സോ ഞാനൊരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് കോഡിംഗ് എക്സസൈസിന് വേണ്ടിയിട്ട്. സോ നമുക്ക് ആദ്യം എന്ത് വേണം, നമുക്ക് യൂസറിനോട് ഒരു ഹൈറ്റുകൾ പറഞ്ഞു തരാൻ വേണം. സോ നമുക്കിവിടെ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്ത് ഇൻപുട്ട് ഫംഗ്ഷനകത്ത് സോ എൻ്റർ ഓർ ഹൈറ്റ് സെപ്പറേറ്റഡ് ബൈ സ്പേസ് എന്നുള്ള രീതിയിൽ ഒരു ടെക്സ്റ്റ് കൊടുത്തു. ദെൻ നമുക്ക് എന്ത് വേണം, ഇതിന് ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് യൂസർ കൊടുക്കുന്നത് 151 സ്പേസ്. സോ ഇങ്ങനെയുള്ളൊരു വാല്യൂസാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഹൈറ്റ്സ് ഡോട്ട് നമുക്ക് സ്പ്ലിറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് സ്പ്ലിറ്റ് ഫംഗ്ഷനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് കോമയാണെങ്കിൽ നമുക്ക് ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ കോമ എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളോട് സ്പേസ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഡീഫാൾട്ടായിട്ട് നമ്മളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അത് സ്പേസ് ആയിരിക്കും അസൈൻ ചെയ്യുന്നത്. സോ ഈ രീതിയിലായിരിക്കും സ്പേസ് ആയിരിക്കും അസൈൻ ചെയ്യുന്നത്. സോ അത് നമുക്കൊരു വേരിയബിളിനകത്ത് കൊടുക്കാം. സോ ഞാനിവിടെ ഹൈറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തേക്ക് കൊടുത്തു. ദെൻ നമുക്കിതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് ഫംഗ്ഷനകത്ത് ഹൈറ്റ് ലിസ്റ്റിനെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് നോക്കാം. സോ ആദ്യമേ ഇത് കൊടുക്കാൻ പറയുകയാണ്. ഞാൻ ഇതന്നെ കോപ്പി ചെയ്തിട്ട് ഇതന്നെ ഇവിടെ അടിച്ചു കൊടുക്കുകയാണ്. സോ ആ വാല്യൂസിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ലിസ്റ്റിനകത്ത് ആ ഒരു വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ലിസ്റ്റിനകത്തുള്ള വാല്യൂസ് എല്ലാം സ്ട്രിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്.
സിംഗിൾ കോട്ടിൻ്റെ ഉള്ളിലാണ് വന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം. അപ്പോൾ സ്ട്രിംഗ് ആയിട്ടാണ് ഇത് ആക്ട് ചെയ്തിരിക്കുന്നത്. സോ നമുക്കതിന് ഇൻറ്റീജർ ആയിട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആവറേജ് വാല്യൂസ് നമുക്ക് അവിടെ കാൽക്കുലേഷൻസ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഇൻറ്റീജർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ നമുക്ക് ഇൻറ്റീജർ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊന്നെങ്കിൽ ഇൻറ്റീജർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻറ്റീജർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. പക്ഷേ ഇത് പറഞ്ഞ് ചെയ്തിട്ടുണ്ടെങ്കിൽ എററായിരിക്കും വരുന്നത്. സോ ഞാനിവിടെ സെയിം ഇത് തന്നെ കൊടുക്കുകയാണ്. സോ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എററാണ് വന്നിരിക്കുന്നത്. കാരണം ഇൻറ്റീജർ ആർഗ്യുമെന്റ് മസ്റ്റ് ബി സ്ട്രിങ്, ഒരു സ്ട്രിംഗ് ആയിട്ടുള്ള വാല്യൂസ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് അതിന് ഇൻറ്റീജർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എ ബൈറ്റ് ലൈക്ക് ഒബ്ജക്റ്റ് നമ്പേഴ്സ് നോട്ട് എ ലിസ്റ്റ്. സോ മറ്റ് നമ്പേഴ്സോ ലിസ്റ്റുകളൊന്നും ആയിരിക്കരുത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ലിസ്റ്റ് വാല്യൂസ് ആണ്. ഇവിടെ നമ്മൾ കൊടുക്കുന്നതും ഒരു ലിസ്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂസ് ആണ്. ഇവിടെ നമുക്ക് കിട്ടുന്നതും ലിസ്റ്റാണ്. അപ്പോൾ ലിസ്റ്റിനാണ് ഇവിടെ കൺവേർട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ലിസ്റ്റിനെ നമുക്ക് ഇൻറ്റീജർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇൻറ്റീജർ ഫംഗ്ഷൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇതിപ്പോൾ ചെക്ക് ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സോ ഇവിടെ ലിസ്റ്റായിട്ടാണ് വാല്യൂസ് കിട്ടുന്നത്. ഇതിനെ നമുക്ക് ഇൻറ്റീജർ ആയിട്ട്, ഈ ലിസ്റ്റിൻ്റെ മൊത്തത്തിൽ നമുക്ക് ഇൻറ്റീജർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു സീക്വൻസ്, 0th സീക്വൻസ് അല്ലെങ്കിൽ 1th ഇൻഡെക്സ്, 2nd ഇൻഡെക്സ്, 3rd ഇൻഡെക്സ്, അങ്ങനെയുള്ള ഇൻഡെക്സ് വാല്യൂസിനെ എടുത്തിട്ട് നമുക്ക് ഓരോ ഇൻഡെക്സ് വാല്യൂസിനെ എടുത്തിട്ട് നമുക്ക് അവിടെ ഇൻറ്റീജർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ 0th ഇൻഡെക്സിലുള്ളത് ഇൻറ്റീജർ ആയിട്ട് കൺവേർട്ട് ചെയ്യുക, 1th ഇൻഡെക്സിലുള്ളത് കൺവേർട്ട് ചെയ്യുക, 2nd ഇൻഡെക്സിലുള്ളതിനെ കൺവേർട്ട് ചെയ്യുക, 3rd ഇൻഡെക്സിലുള്ളതിനെ കൺവേർട്ട് ചെയ്യുക. അങ്ങനെ ഓരോ ഇൻഡെക്സിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ ഒന്നെങ്കിൽ നമ്മൾ പ്രോഗ്രാമിനകത്ത് നമ്മൾ 1 by 1 ആയിട്ട് പറഞ്ഞു കൊടുക്കണം. എത്ര ലിസ്റ്റ് ഉണ്ടോ അത്ര ലിസ്റ്റ് ഓരോന്നും നമ്മളിവിടെ മാനുവലായിട്ട് കൊടുക്കണം. പക്ഷേ അത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇപ്പോൾ 1, 2, 0, 1, 2, 3, 4 ഇൻഡെക്സ് ആണുള്ളത്. ചിലപ്പോൾ അടുത്ത തവണ ചിലപ്പോൾ 5 ഇൻഡെക്സ് ഉണ്ടാവും, ചിലപ്പോൾ അടുത്ത തവണ കൊടുക്കുമ്പോൾ 10 ഇൻഡെക്സ് ഉണ്ടാവും. അപ്പോൾ എത്ര ഇൻഡെക്സ് ഉണ്ടോ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഓരോ എത്ര ഇൻഡെക്സുകൾ ഉണ്ടോ അത്ര ഇൻഡെക്സുകൾ ഓരോന്നും 1 by 1 ആയിട്ട് ഇൻറ്റീജർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. സോ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഈ ഓരോ ഇൻഡെക്സിൻ്റെയും വാല്യൂസിനെ നമുക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്തെടുക്കും? സോ നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഞാനിവിടെ ഐ എന്ന് പറയുന്നൊരു വേരിയബിൾ കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. ഞാനിവിടെ ഇൻ യൂസ് ചെയ്തിട്ട് ലിസ്റ്റിൻ്റെ ഹൈറ്റ്, ലിസ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ കൊടുത്ത് ദെൻ കോളിനിടുക. ദെൻ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താണ് വേണ്ടത്? ഹൈറ്റ് ലിസ്റ്റ് ഐ, ആ ഓരോ ഇൻഡെക്സിൻ്റെ ഉള്ളിലുള്ള വാല്യൂസിനെ ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യുക. സോ ഇതിൻ്റെ ഉള്ളിൽ ഹൈറ്റ് ലിസ്റ്റ് ഐ. ഓക്കെ, അതായത് മേ ബി ഇത് എററായിരിക്കും വരുന്നത്. ഞാനിവിടെ സെയിം തന്നെ കൊടുക്കുകയാണ്. സോ ഇതും എററാണ് വന്നിരിക്കുന്നത്. കാരണം ഈ ഇൻഡെക്സ് വാല്യൂ എടുക്കുന്ന സമയത്ത് ഇപ്പോഴും ഇൻറ്റീജറായിട്ട് കൺവേർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇൻഡെക്സ് വാല്യൂ എടുക്കുന്ന സമയം ഇപ്പോൾ എന്താണ് വരുന്നത്? ഈ ഹൈറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന അതിനകത്ത് ഈ ഐ മീൻ ചെയ്യുന്നത് 151 ആണ്. 151 എന്ന് പറയുന്ന വാല്യൂ ആണ് ആദ്യം വരുന്നത്. പക്ഷെ അത് ഇൻറ്റീജർ ആയിട്ടല്ല, സ്ട്രിംഗ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇവിടെ സ്ട്രിംഗ് വാല്യൂ, ഈ ഇൻഡെക്സ് വാല്യൂ എടുക്കുന്ന സമയത്ത് അത് 151 എന്നുള്ളത് സ്ട്രിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ സ്ട്രിംഗ് വാല്യൂൻ്റെ ഇൻഡെക്സ് നമുക്ക് മീൻ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഈ ഹൈറ്റ് ലിസ്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല. നമ്മളിവിടെ ഇൻഡെക്സ് വാല്യൂ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമുക്കിവിടെ റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. സോ അതിനാണ് റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ നമുക്കിപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ റേഞ്ച് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി മനസ്സിലാവും. അതായത് ഇവിടെ നമ്മൾ ഇൻഡെക്സ് വാല്യൂവിനെയാണ് നമ്മൾ ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കൊടുത്തത്. ഇൻഡെക്സ് വാല്യൂവിനെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വാല്യൂ എന്താണോ ആ വാല്യൂവിനെയാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഐയുടെ ഫസ്റ്റ് വരുന്നത് 151 എന്നാണ്. ഓൾറെഡി 151 എന്ന് പറയുന്ന ഇൻഡെക്സിനകത്ത് ഒന്നുമില്ല. പക്ഷേ അതുപോലെ തന്നെ 151 എന്ന് പറയുന്നത് ഓൾറെഡി ഒരു സ്ട്രിംഗ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഐക്ക് വരെ അവിടെ റീപ്ലേസ് ആവുന്നത് 151 എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് ആണ് റീപ്ലേസ് ആവുന്നത്. അതായത് ഇവിടെ ഐ എന്ന് പറയുന്നത് ആദ്യം വരുന്നത് 151 ആണ്. അപ്പോൾ ഇവിടെ സ്ട്രിങ്ങിനെ ഒരിക്കലും അതിൻ്റെ ഇൻഡെക്സ് വാല്യൂ എടുക്കത്തില്ല. സ്ട്രിങ്ങിൻ്റെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻഡെക്സ് വാല്യൂ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഐയുടെ വാല്യൂ, ആ ഒരു ടൈപ്പ് ഐയുടെ വാല്യൂ നമുക്ക് ഇൻഡെക്സ് വാല്യൂ ഇട്ടിടണം. അപ്പോൾ ഇവിടെ 0 എന്ന് പറയുന്ന ഇൻഡെക്സ് വാല്യൂ കിട്ടി. ഇവിടെ 0 എന്ന് പറയുന്ന ഐക്ക് പകരം ഐയുടെ വാല്യൂ 0 ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ 0th ഇൻഡെക്സിൽ മനസ്സിലായി 151 എന്ന വാല്യൂ ആണ്. അപ്പോൾ അതിന് ഇൻറ്റീജറായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഈ ഒരു ഇൻഡെക്സിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഹൈറ്റ് ഇൻഡെക്സിൻ്റെ 0th ഇൻഡെക്സിലേക്ക് 151 എന്ന് പറയുന്ന വാല്യൂവിനെ നമുക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് പെർഫോം ചെയ്യാം. സോ നമ്മളെങ്ങനെ റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യും? സോ റേഞ്ച് ഫംഗ്ഷൻ നമ്മൾ ഇവിടെ ഹൈറ്റ് ലിസ്റ്റിന് പകരം നമ്മളിവിടെ റേഞ്ച് ഫംഗ്ഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുകയാണ്. സോ റേഞ്ച് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ പാരാമീറ്റേഴ്സ് കൊടുക്കണം. അവിടെ നമുക്ക് ഒന്നെങ്കിൽ 0 മുതൽ എത്ര, ഇപ്പോൾ ഇവിടെ നമുക്ക് ഇൻഡെക്സ് വാല്യൂ എത്രയുണ്ടെന്ന് അറിയാം. 1, 2, 3, 4, 5 ലെങ്ത്ത്, അതായത് 4. ഇവിടെ നമുക്ക് ലെങ്ത്ത് കൊടുക്കാം. 5 എന്ന് പറയുന്ന ലെങ്ത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ 0 മുതൽ 4 വരെ ഇൻഡെക്സ് വർക്ക് ചെയ്യും. അതായത് ആദ്യം 0 ഇൻഡെക്സ് വരും. 0 ഇൻഡെക്സ് വരുമ്പോൾ 151, 1th ഇൻഡെക്സ് വരുമ്പോൾ 2, 3, 4, അങ്ങനെ 4 ഇൻഡെക്സ് വരെ വർക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ
ഇവിടെ റേഞ്ച് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്ന 5 കൊടുത്തിട്ടുണ്ടെങ്കിൽ 4 വരെയായിരിക്കും വർക്ക് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് എത്ര ഉണ്ടെന്ന് അറിയാം. പക്ഷേ ചിലപ്പോൾ യൂസർ കൊടുക്കുന്ന 10 അല്ലെങ്കിൽ ചിലപ്പോൾ 100 അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് 5 കൊടുത്തുള്ളെങ്കിൽ 5 എണ്ണം മാത്രമാണ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. സോ യൂസർ കൊടുക്കുന്ന ഇതിൻ്റെ ലെങ്ത് നമുക്ക് അറിയണം. സോ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഓൾറെഡി ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ പറഞ്ഞു ലെങ്ത് ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ലെങ്ത് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം? അല്ല, അത് യൂസ് ചെയ്യാതെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ലെങ്ത് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അത് യൂസ് ചെയ്യാതെ എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കിയാൽ. സോ നമുക്ക് പുതിയൊരു ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. അല്ല, അതിന് മുമ്പായിട്ട് നമുക്കിവിടെ കൗണ്ട് എന്ന് പറയുന്ന പുതിയൊരു ചുമൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. അതിന് ഞാൻ 0 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. ദെൻ ഞാൻ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ ഐ എന്ന് പറയുന്ന ഇവിടെ നിങ്ങൾക്ക് 2-3 ഫോർ ലൂപ്പ് വെക്കുന്നുണ്ടെങ്കിലും അതിന് ഈ വേരിയബിൾ നെയിം നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നാലും കുഴപ്പമില്ല കേട്ടോ. ദെൻ ഇന്നിൻ്റെ ഉള്ളിൽ ഹൈറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ആ വേരിയബിളിനെ കൊടുത്തു. ദെൻ ഇവിടെ കൗണ്ടിൻ്റെ വാല്യൂ പ്ലസ് ഈക്വൽ ടു 1 എന്നുള്ള രീതിയിൽ കൊടുത്തു. സോ അന്നേരം കൗണ്ടിൻ്റെ വാല്യൂ ഇവിടെ പ്രിൻ്റ് ആയിട്ട് വരും. സോ ഞാനിതൊന്ന് ഡിസേബിൾ ചെയ്തിട്ട് ഇത് മാത്രം നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ കൗണ്ടിനെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എത്ര കൗണ്ട് ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. സോ ഞാനിതൊന്ന് റൺ ചെയ്യുകയാണ്. സോ നോക്കിയിട്ടുണ്ടെങ്കിൽ 5 വാല്യൂസാണ് വരുന്നത്. സോ ഒന്നും കൂടെ റൺ ചെയ്തിട്ട് 35 ഓർമ്മ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ 6 കൗണ്ട് വരും. അപ്പോൾ കൗണ്ടിൻ്റെ വാല്യൂ അവിടെ ഇൻക്രീസ് ആയി. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ലെങ്ത് അറിയാൻ പറ്റും. സോ അതിനെ നമുക്ക് ലെങ്ത് ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ലെങ്ത് ഫംഗ്ഷൻ യൂസ് ചെയ്യാതെയാണ് നമ്മൾ ഈ കൗണ്ട് ചെയ്തിരിക്കുന്നത്. ഞാനതിന് ഡിസേബിൾ ചെയ്യണം. സോ ഇത് നമുക്ക് മനസ്സിലായിട്ടാണ് തരുന്നു. നമ്മൾ ലെങ്ത് ഫംഗ്ഷൻ യൂസ് ചെയ്യാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൗണ്ടിന് 0 കൊടുത്തു. ദെൻ ഒരു ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ അതിന് ഹൈ ലിസ്റ്റ് കൊടുത്തു. അപ്പോൾ ഈ ലിസ്റ്റിൻ്റെ ഉള്ളിലുള്ള സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഓരോ വാല്യൂസിനും എക്സിക്യൂട്ട് ചെയ്തെടുക്കും. ദെൻ അതിനനുസരിച്ച് കൗണ്ടിൻ്റെ വാല്യൂ ഓരോ തവണ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ കൗണ്ടിൻ്റെ വാല്യൂസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഈ 5-ന് വരെ നമുക്ക് ആ കൗണ്ട് എന്ന് പറയുന്ന വാല്യൂ കൊടുക്കാം. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഈ ഐ എന്ന് പറയുന്നത് ഓരോ തവണ മാറി വരും. ഇവിടെ നമുക്ക് 0ക്ക് പകരം മാറ്റിയിട്ട് കൗണ്ട് കൊടുത്തു കഴിഞ്ഞാലും ഡിഫാൾട്ട് 0 മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കൗണ്ടിൻ്റെ വാല്യൂ 10 ആണെങ്കിൽ 9 വരെയുള്ള വാല്യൂസ് എക്സിക്യൂട്ട് ചെയ്യും. 100 ആണെങ്കിൽ 99 ഉള്ള വാല്യൂസ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ദെൻ നമുക്ക് ഇതൊന്ന് വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഹൈറ്റ് ലിസ്റ്റ് പ്രിൻറ്റ് ചെയ്യാം. സോ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ലിസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നു. അത് ഇൻറ്റീജറായിട്ട് കൺവേർട്ട് ആവുകയും ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് സ്ട്രിങ് മാറിയിട്ട് ഇൻറ്റീജറായിട്ട് വന്നിട്ടുണ്ട്. 151 എന്നുള്ളത് ഇൻറ്റീജറായിട്ട് മാറി. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുന്നത്. നമുക്കിനി അടുത്ത് എന്താണ് വേണ്ടത്? നമുക്കിനി ആവറേജ് കണ്ടുപിടിക്കാം. നമുക്കിപ്പോൾ ഇൻറ്റീജറായിട്ട് കൺവേർട്ട് ചെയ്യും. നമ്മളിവിടെ കൊടുക്കുന്ന വാല്യൂസിനെ നമ്മൾ ഇൻറ്റീജറായിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ നമുക്കിവിടെ വേണമെങ്കിൽ പ്രിൻറ്റ് ഫംഗ്ഷൻ ഇവിടെ കൊടുക്കാം. പ്രിൻറ്റ് ഫംഗ്ഷനകത്ത് അല്ലെങ്കിൽ നമുക്ക് കോമ ഇട്ടിട്ട് കൊടുക്കാം. ഓക്കെ, നമുക്കിനി ആവറേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ടോട്ടൽ ഹൈറ്റിന് നമ്മൾ കൊടുത്ത വാല്യൂസിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ബേസിക് മാത്തമാറ്റിക്സ് നമ്മൾ സം ഫംഗ്ഷൻ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഓൾറെഡി തുടക്കം തന്നെ പറഞ്ഞു. സോ നമ്മൾ മാത്തമാറ്റിക്കലായിട്ടുള്ളൊരു ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? ഈ ഉള്ള വാല്യൂസിനെല്ലാം ഓരോന്നിനും ആഡ് ചെയ്യണം. 0th ഇൻഡെക്സിനെയും 0, 1, 2 ആ ഓരോ ഇൻഡെക്സിലുള്ള വാല്യൂസിനെ നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് ഈ കൗണ്ട് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 5 ആണ് ഉള്ളതെങ്കിൽ ഡിവൈഡ് ബൈ 5 ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന വാല്യൂ ആണ് അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. സോ അതിന് നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യമേ നമുക്ക് എന്ത് ചെയ്യണം? ഞാനിവിടെ ടോട്ടൽ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിന് ഞാൻ ഇനിഷ്യലി 0 കൊടുത്തു. ദെൻ നമുക്ക് എന്താണ് ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഞാനിവിടെ വീണ്ടും ഐ കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾ കൊടുക്കാം. ദെൻ ഇൻ ഹൈറ്റ് ലിസ്റ്റിനകത്തുള്ള വാല്യൂസ് അതിനകത്തേക്ക് സ്റ്റോറായി. ദെൻ കോളൻ ഇട്ട് കൊടുത്തു. ദെൻ അടുത്ത നമുക്ക് എന്താണ് വേണ്ടത്? ഞാനിവിടെ ടോട്ടൽ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നെയിമിൻ്റെ അതിനകത്തേക്ക് നമ്മൾ കാൽക്കുലേഷൻ കൊടുക്കുകയാണ്. സോ ടോട്ടൽ ഈക്വൽ ടു എന്താണ് വരുന്നത്? ടോട്ടൽ പ്ലസ് ഈക്വൽ ടു ടോട്ടലിൻ്റെ വാല്യൂ ഇപ്പോൾ 0 ആണ്. 0 പ്ലസ് ഈ ഐ എന്ന് പറയുന്ന വാല്യൂ ആഡ് ചെയ്യണം. ഈ ഐയുടെ വാല്യൂ ഇപ്പോൾ 151 ആദ്യത്തെ വാല്യൂ എങ്കിൽ 0 പ്ലസ് 151. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 151. അടുത്ത 153 അപ്പോൾ 151 പ്ലസ് 153. ദെൻ അതിൻ്റെ റിസൾട്ട് ആയിരിക്കും ഐയുടെ ഉള്ളിൽ ടോട്ടലിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. സോ ടോട്ടൽ പ്ലസ് 135. ദെൻ അതിൻ്റെ റിസൾട്ട് ടോട്ടലിലേക്ക് സ്റ്റോർ ആവും. ദെൻ അതേ പ്ലസ് 164. ദെൻ അതേ പ്ലസ് 158. അങ്ങനെ ഔട്ട്പുട്ട് നമുക്കിവിടെ ക്രിയേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കൊന്നെങ്കിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ട, നമുക്കത് മനസ്സിലായി എഴുതുന്നു. ദെൻ നമുക്ക് അടുത്ത് എന്ത് വേണം? നമുക്ക് അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണം. സോ ആവറേജ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡ് ബൈ എന്താണ്? കൗണ്ട് ആണ് വരുന്നത്. സോ നമുക്കിത് വേണമെങ്കിൽ ഫോർ ലൂപ്പിൻ്റെ പുറത്തേക്ക് എഴുതാം. നമുക്ക് ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ എഴുതേണ്ട കാര്യമില്ല. ഈ ടോട്ടലിൻ്റെ വാല്യൂ എത്രയാണോ, സോ ആവറേജ് എന്ന് പറയുന്ന വേരിയബിളിനകത്തേക്ക് ടോട്ടലിൻ്റെ വാല്യൂ എത്രയാണോ അതേ ഡിവൈഡ് ബൈ ഈ കൗണ്ടിൻ്റെ വാല്യൂ എത്രയാണോ അത് ഡിവൈഡ് ചെയ്യും. സോ നമുക്കിനി പ്രിൻറ്റ് ഫംഗ്ഷനകത്ത് സോ ഹൈറ്റിൻ്റെ ആവറേജ് പ്രിൻറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം കൂടി കൊടുത്തു. സോ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഞാൻ സെയിം ഹൈറ്റിനോട് കൊടുത്തു. ഞാൻ നോക്കേണ്ടത് ഇതിൻ്റെ മൊത്തത്തിൽ ആവറേജ് വരുന്നത് 152 പോയിൻറ്റ്. ഇവിടെ കൗണ്ട് വരുന്നത് 5 ആണ്.
അതിൻ്റെ ലിസ്റ്റായിട്ടുള്ള വാല്യൂ എഴുതിയിരിക്കുന്നു. അതിൻ്റെ ആവറേജ് വരുന്നത് 152.2 ആണ്. സോ നമുക്കൊന്നും കൂടെ റൺ ചെയ്യാം. ഞാൻ കൂടുതൽ വാല്യൂസ് കൊടുക്കുകയാണ്. സോ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ 10 കൗണ്ട് വരുന്നത്, 34 വരെ കൗണ്ട്. ദെൻ അതിൻ്റെ ആവറേജ് വരുന്നത് 100 ആണ് ആവറേജ് വരുന്നത്. സോ ഇവിടെ 45ഉം 56 വന്നുകൊണ്ടാണ് ബാക്കി ഇവിടെ 151. സോ ഇവിടെ ആവറേജ് വരുന്നത് 100.5 എന്നുള്ള രീതിയിലാണ്. സോ നിങ്ങൾ ഔട്ട്പുട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കുക. സോ ഇത്രയാണ് ഇതിൻ്റെ പ്രോഗ്രാം സെക്ഷൻ വരുന്നത്. സോ നമ്മളൊരു ആവറേജ് കാണാൻ വേണ്ടിയിട്ടാണ് സം ഫംഗ്ഷൻസും ലെങ്ത് ഫംഗ്ഷൻസും ഒന്നും യൂസ് ചെയ്യാതെ ക്രിയേറ്റ് ചെയ്യണം നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. സോ നമ്മളിവിടെ 3 ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെയുള്ള ഈ വേരിയബിൾ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നാലും കുഴപ്പമില്ല. ഒരു ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ അടുത്ത വേരിയബിൾ വന്നാലും കുഴപ്പമില്ല. അത് ആ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ മാത്രമാണ് വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു എക്സസൈസ് വർക്ക് ചെയ്യുന്നത്. സോ നിങ്ങൾ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി കണ്ടിട്ട് ഒന്നും കൂടി ചെയ്ത് നോക്കാം. സോ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. സോ നമുക്ക് അടുത്ത സെക്ഷനിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. ബൈ ബൈ.